കൊറോണ വൈറസ് മൂലമുണ്ടായ കോവിഡ്-19 എന്ന രോഗത്തിനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ലോകമാകെ. ലോകത്താകമാനം 60 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്കാണ് കോവിഡ്-19 എന്ന രോഗം പിടിപെട്ടത്. നിലവിൽ 30 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമേ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നത് ഒരൽപ്പം ആശ്വാസമേകുന്ന വാർത്തയാണ്. എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ എന്നാണ് അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞന്റെ വാദം. കോവിഡ്-19നേക്കാളും വലിയ മഹാമാരി വരാനിരിക്കുകയാണെന്ന മുന്നറിയിപ്പുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു US ശാസ്ത്രജ്ഞൻ. 400 കോടിയോളം ജനങ്ങളെ, അതായത് ഇന്നത്തെ ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരെ തുടച്ചു നീക്കാൻ കെൽപ്പുള്ള മഹാമാരിയാണ് വരാനിരിക്കുന്നതെന്നും കോവിഡ്-19 ഇതിനു മുന്നോടിയായി വരുന്ന ഒരു റിഹേഴ്സൽ മാത്രമായി കണ്ടാൽ മതി എന്നുമാണ് ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഗിഗർ പറയുന്നത്. അദ്ദേഹം മറ്റു ജീവികളുടെ മാംസം ഭക്ഷിക്കുന്നതിന് എതിരാണ് എന്ന് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഫാമുകളിൽ അനാരോഗ്യപരമായ സാഹചര്യത്തിൽ വളരുന്ന കോഴികളിൽ നിന്നാകും അടുത്ത വൈറസ് ബാധ ഉണ്ടാവുകയത്രേ. ഗ്രിഗർ തന്റെ ഹൗ ടു സർവൈവ് എ പാൻഡമിക് അഥവാ ഒരു മഹാമാരിയെ എങ്ങനെ അതിജീവിക്കാമെന്ന പുസ്തകത്തിലാണ് വിവാദമായി കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവന പറയുന്നത്. ഇന്ന് നിലവിലുള്ള ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും തന്നെ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായും മൃഗങ്ങളുമായുള്ള മനുഷ്യന്റെ ഇടപെടലുകളാണ് രോഗത്തിന് കാരണമാവുക എന്നാണ് ഗ്രിഗർ വാദിക്കുന്നത്. ഇതെങ്ങനെ ചുമ്മാ വാദിക്കുകയാണെന്ന് കരുതാൻ വരട്ടെ. മനുഷ്യർ മുമ്പ് നേരിടേണ്ടി വന്ന മിക്ക രോഗങ്ങളുടെയും കാര്യകാരണങ്ങളെ തപ്പിയെടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായവുമായി ഈ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആടുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തിയത്. വസൂരി ഒട്ടകത്തിൽ നിന്നും, കുഷ്ഠരോഗം പോത്തിൽ നിന്നും, വില്ലൻ ചുമ പന്നികളിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് എത്തിയത്. മൃഗങ്ങളെ പരിപാലിക്കുന്നതും അവയെ കൊന്നു തിന്നുന്നതും മൂലം മഹാമാരികളോടുള്ള പ്രതിരോധത്തിൽ മനുഷ്യൻ ഒരുപാട് പുറകോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ഇത് ആധുനിക മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നുവെന്നും ഗ്രിഗർ ഈ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതോ വന്യജീവിയിൽ നിന്നാണ് കോവിഡ്-19 എന്ന ഈ രോഗം മനുഷ്യനിലേക്ക് എത്തിയത്. അത് വവ്വാലാണെന്നും ഈനാമ്പേച്ചിയാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. കോവിഡിനെ പോലെ മനുഷ്യനും രോഗവാഹകരായ ജന്തുക്കൾക്കുമിടയിൽ പാലമായി ചില ജന്തുവർഗ്ഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മൈക്കിൾ ഗ്രിഗർ. കോഴി ഉൾപ്പെടെയുള്ള വളർത്തുപക്ഷികളിൽ നിന്നാണ് ഒരു കാലത്ത് മനുഷ്യരാശിയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഇൻഫ്ലുവൻസ വൈറസ് പടർന്നു പിടിച്ചത്. 1918 മുതൽ 1920 വരെയുള്ള വർഷങ്ങളിൽ പടർന്നു പിടിച്ച ഈ വൈറസ് ബാധയിൽ 50 കോടിയോളം മനുഷ്യരാണ് മരിച്ചത്. അന്നത്തെ ജനസംഖ്യയുടെ 1/3 പേർക്കും വൈറസ് ബാധയുണ്ടായിരുന്നു. മാത്രമല്ല, കണക്കുകൾ പരിശോധിക്കുമ്പോൾ അന്നത്തെ ജനസംഖ്യയിലെ 18,750 പേരിൽ ഒരാൾക്കെങ്കിലും ഈ വൈറസ് ബാധ മൂലം മരണം സംഭവിച്ചിരുന്നു എന്ന് കാണാം. കോഴികളടക്കമുള്ള പക്ഷികളെ ഫാമുകളിൽ ചിറക് വിടർത്താൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ വളർത്തുന്നത്. വിസർജ്യത്തിൽ നിന്നും പുറന്തള്ളുന്ന അമോണിയ അസുഖങ്ങൾ പടരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. കോഴികളെ വളർത്തുന്നതിൽ കൂടുതൽ വൃത്തിയും ശുദ്ധിയും വരുത്തിയാൽ മഹാമാരിക്കുള്ള സാധ്യത കുറയ്ക്കാമെന്ന് ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ പക്ഷിപ്പനി പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഈ അവസരത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. ഇത് പുതിയൊരു വൈറസിലേക്കുള്ള പരിവർത്തനമായി വേണം കാണാനെന്ന് ഗ്രിഗർ ചൂണ്ടിക്കാണിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.